വയനാട്ടിൽ ചെന്നാൽ സുരേന്ദ്രൻ മന്ത്രിയായിട്ട് ഗണപതി വട്ടം ഉണ്ടാക്കാൻ നിൽക്കുന്നു. ഒറ്റ അപേക്ഷ ഞാൻ പറഞ്ഞുള്ളൂ. ഏതായാലും നടക്കാൻ പോകുന്നതിൽ എൻ്റെ ആഗ്രഹം കൂടെ എൻ്റെ കൂടെ പറയില്ല, ഈ ഗണപതി വട്ടം എന്നുള്ളതാക്കിയത് ഗണേശ വട്ടം എന്നാക്കി തരണം എന്ന് ഒരു അപേക്ഷ. സത്യമല്ലേ? തെറ്റില്ലല്ലോ? രണ്ടും ഒരു പേര് തന്നെ. കൊട്ടാരക്കര ഗണപതിയുടെ പേര് തന്നെ എൻ്റെ അച്ഛൻ എനിക്ക് കിട്ടത്. അപ്പൊ ഗണപതി എന്ന് പറഞ്ഞാൽ ഗണേശൻ എഴുതിയാൽ ഒന്ന് തന്നെ. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ വയനാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണേശവട്ടമാക്കുമെന്ന പ്രഖ്യാപനം. ഏറെ വിവാദമായി ചർച്ച ചെയ്യപ്പെട്ട ഈ വിഷയത്തിൽ കെ സുരേന്ദ്രനെ ട്രോളി പരിഹസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഗണേഷ് കുമാർ. സുരേന്ദ്രനെ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റാൻ കഴിവുണ്ടെങ്കിൽ ഗണപതി വട്ടമല്ല തന്റെ പേര് ചേർത്ത് ഗണേശവട്ടമാക്കാൻ സഹായിക്കണമെന്നും ഗണേഷ് കുമാർ പരിഹസിച്ചു. തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിലാണ് കെ സുരേന്ദ്രനെ പരിഹസിച്ച് ഗണേഷ് കുമാർ രംഗത്ത് വന്നത്. അല്ലാതെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ആൾ വയനാട്ടിൽ ചെന്നിട്ട് പറയുകയാണ്. എത്ര ചീപ്പായിട്ടാണ് പറയുന്നത്. വിവരവും വിദ്യാഭ്യാസം വേണമെന്ന് പറയുന്നത്. ഇത് ഈ സ്ഥലത്തിന്റെ പേര് സുൽത്താൻ ബത്തേരി എന്നുള്ളത് ഗണപതി വട്ടം എന്നാക്കുന്നു. ഞാൻ ഇന്നലെ തലശ്ശേരി പോയപ്പോൾ പറഞ്ഞു, എൻ്റെ ഒരു ആഗ്രഹം ഞാൻ നിങ്ങളടുത്തും പറയുകയാണ്. സുരേന്ദ്ര, അങ്ങനെ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ അവിടെ നടക്കുകയില്ല. ജയിച്ച് അദ്ദേഹം മന്ത്രിയായി പാർലമെന്റിൽ പോയി ശേഷം സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റണമെങ്കിൽ അവിടുത്തെ മുനിസിപ്പാലിറ്റി ആദ്യം വിചാരിക്കണം, പിന്നെ കേരള സർക്കാർ വിചാരിക്കണം. ഏതാ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ചെയ്ത് പേര് മാറ്റണം. ഒറ്റ അപേക്ഷ ഞാൻ പറഞ്ഞുള്ളൂ. ഏതായാലും നടക്കാൻ പോകുന്നതിൽ എൻ്റെ ആഗ്രഹം കൂടെ എൻ്റെ കൂടെ പറയില്ല, ഈ ഗണപതി വട്ടം എന്നുള്ളതാക്കിയത് ഗണേശ വട്ടം എന്നാക്കി തരണം എന്ന് ഒരു അപേക്ഷ. സത്യമല്ലേ? തെറ്റില്ലല്ലോ? രണ്ടും ഒരു പേര് തന്നെ. കൊട്ടാരക്കര ഗണപതിയുടെ പേര് തന്നെ എൻ്റെ അച്ഛൻ എനിക്ക് കിട്ടത്. അപ്പൊ ഗണപതി എന്ന് പറഞ്ഞാൽ ഗണേശൻ എഴുതിയാൽ ഒന്ന് തന്നെ. അപ്പോൾ ഗണേശവട്ടം എന്ന് മാറ്റി തരണം. കാരണം ഏതായാലും ഭയങ്കര നടപടി എടുക്കാൻ പോകില്ല. ആ നടപടി എടുക്കുമ്പോൾ പാവപ്പെട്ട എന്നെ പോലെ ഒരുത്തനും കൂടെ അതിൻ്റെ ഒരു ഗുണം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിക്കാം. എതിരാളിയാണെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ ആഗ്രഹം വലിയ സാധിച്ചു കൊടുക്കണം എന്ന് ഞാൻ സുരേന്ദ്രനോട് അപേക്ഷിക്കാം. ഞാൻ തിരുവനന്തപുരത്ത് ഇങ്ങോട്ട് പുറപ്പെട്ടപ്പോൾ ഞാൻ ആകെ പ്രാന്തായി പോയാണ്. ഇവരൊന്നും കൊണ്ടല്ല, എല്ലാ ജില്ലയിൽ നിന്നും കേരളത്തിൽ നിന്ന് മന്ത്രിമാരാ. തിരുവനന്തപുരത്ത് പറഞ്ഞു, തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി ജയിച്ചാൽ കേന്ദ്രമന്ത്രി, ഇപ്പൊ തന്നെ കേന്ദ്രമന്ത്രി, ഇനി അതിനേക്കാളും വലിയ മന്ത്രി. കൊല്ലത്ത് വന്നപ്പോൾ സുരേന്ദ്രൻ പറയുന്നു, ഇവിടെ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി ജയിക്കുകയാണെങ്കിൽ 100% മന്ത്രിയാണ്. ആലപ്പുഴ വന്നപ്പോൾ ഇതൊക്കെ കടത്തി വിട്ട് കഴിഞ്ഞു. ആലപ്പുഴ വന്നപ്പോൾ ഒരു ബോർഡ് കാണുന്നത് മന്ത്രി വോട്ട് ചെയ്യുമെന്നാണ്. ഇത് വനിതാ മന്ത്രിക്ക് വോട്ട് ചെയ്യുമെന്നാണ്. തൊലിക്കട്ടിയുള്ളവരാരെങ്കിലും അങ്ങനെ ബോർഡ് എടുത്ത് വയ്ക്കൂ? തോക്കാൻ പോകുന്ന ഒരാൾ അത്തരത്തിലൊരു നാണം കെട്ട ബോർഡ് ആരെങ്കിലും ജീവിതത്തിൽ ലോകത്തൊരു തെരഞ്ഞെടുപ്പിലും, മറ്റതൊക്കെ പറച്ചിലേ ഉള്ളൂ. സുരേന്ദ്രൻ ചുമ്മാ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ് കൊല്ലത്ത് മത്സരിക്കുന്ന ആളെ ജയിക്കാമെങ്കിൽ മന്ത്രിയാക്കും എന്ന് പറഞ്ഞു. ആരൊക്കെയാ മന്ത്രിമാര്? B. മുരളീധരൻ മന്ത്രി. ചെറിയൻകീഴ് വന്നപ്പോൾ B. മുരളീധരൻ മന്ത്രി, വീണ്ടും അതിനേക്കാലം മന്ത്രി. തിരുവനന്തപുരത്ത് മന്ത്രി, അതിലും വലിയ മന്ത്രിയാവുന്നു. ചെറിയൻകീഴ് നിൽക്കുന്ന ആള് മന്ത്രി, അതിനേക്കാളും വലിയ മന്ത്രിയാവുന്നു. അത് കഴിഞ്ഞ് ആലപ്പുഴ കൊല്ലത്ത് വന്നപ്പോൾ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം TV പറഞ്ഞിട്ട് കൊല്ലത്തുള്ള ആളെ ജയിക്കത്തില്ല, അത് വേറെ കാര്യം. കൊല്ലത്ത് പുള്ളി വന്നപ്പം പത്രക്കാർ ചോദിച്ചു, എന്താ വന്നതെന്ന് ചോദിച്ചു. ഇവിടെ എന്താന്ന് ചോദിച്ചു. എവിടെ നിൽക്കും ചില ആൾക്കാർ? എവിടെ നിൽക്കും? ഇപ്പൊ ഇവിടുത്തെ BJP സ്ഥാനാർത്ഥി എവിടെ നിൽക്കും? കഴിഞ്ഞ നാൾ തിരഞ്ഞെടുപ്പായിരുന്നു, ഇപ്പൊ ഇവിടെ ആയി. അതിന് മുമ്പ് വേറെ പലത്തുമായിരുന്നു, തൃശ്ശൂരൊക്കെ ആയിരുന്നു. അവിടുത്തെ സ്വന്തം നാട്ടിൽ നീങ്ങി പോകുന്നു. ഇവിടെ വന്നിട്ട് എന്താ ചെയ്യുന്ന അവസാനം? ഇവിടെ വന്നിട്ട് മന്ത്രി. ഒരു നാണം, നമുക്കൊരു തൊലിക്കട്ടി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് കാണ്ടാമൃഗത്തിന് ഇതിനെക്കാളും മൃദുവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. വനിതാ മന്ത്രിയാകാൻ പോകുന്ന, കേന്ദ്രമന്ത്രിയാകാൻ പോകുന്ന ആളിന് വോട്ട് ചെയ്യാൻ നമ്മളെ നമ്മളെ കളിയാക്കുന്നു. ഇത് ഇവര് മന്ത്രിയാകുമെന്ന് പറഞ്ഞാൽ നമ്മൾ വോട്ട് ചെയ്യൂ? ഇവര് മന്ത്രിയായിട്ട് നമുക്ക് എന്നാ കുന്തം? ഇവിടുന്ന് മിസ്റ്റർ KC വേണുഗോപാൽ മന്ത്രിയായിട്ടുണ്ടല്ലോ, എന്ത് പ്രയോജനം ഉണ്ടായി? സംസ്ഥാന മന്ത്രിയായിട്ടുണ്ട്, കേന്ദ്രമന്ത്രി, എന്ത് പ്രയോജനം ഉണ്ടായി? അതുപോലെ ഈ മഹത് വനിത മന്ത്രിയാകുന്ന സ്വയം നേരത്തെ കൊല്ലത്ത് വോട്ട്, ആലപ്പുഴ എത്തി. അത് കഴിഞ്ഞാൽ വയനാട്ടിൽ ചെന്നാൽ സുരേന്ദ്രൻ മന്ത്രിയായിട്ട് ഗണപതി വട്ടം ഉണ്ടാക്കാൻ നിൽക്കുന്നു. തൃശ്ശൂർ എന്ന് കഴിഞ്ഞാൽ അമിത്ഷായെ മാറ്റിയിട്ട് ആഭ്യന്തരമന്ത്രിയായിട്ട് ജസ്റ്റ് റിമെമ്പർ ദാറ്റ് എന്ന് പറഞ്ഞ ഒരാൾ തൃശ്ശൂർ നിൽക്കുന്നു. പോലീസായിട്ട് അഭിനയിച്ച് പോലീസ് ശരീരത്തിൽ കയറി. ഈ പരകാല പ്രദേശം എന്ന് പറയും ചില ആൾക്കാർക്ക്. പണ്ട് ഞാനൊരു സീരിയലിൽ അഭിനയിക്കുമ്പോൾ അവിടെ ഒരു പ്രൊഡക്ഷൻ മാനേജർ ഉണ്ടായിരുന്നു. അഭിനയിക്കാൻ ഒരു റോൾ വന്നപ്പോൾ അദ്ദേഹത്തിന് പോലീസ് വേഷം കൊടുത്തു. ഒരു സർക്കിൾ ഇൻസ്പെക്ടറിന്റെ സ്ത്രീ എന്ന് പറഞ്ഞ ഒരു സീരിയൽ ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റിൽ. അപ്പൊ അതില് ജോൺസൺ എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ മാനേജർ ഉണ്ട്. ജോൺസണിനെ പോലീസായിട്ട് അഭിനയിക്കാനാവും. അപ്പോൾ ജോൺസൺ ഒരു ബുള്ളറ്റൊക്കെ ഉണ്ട്. ജോൺസൺ യൂണിഫോം ഇട്ട് സീരിയലിന്റെ സമയത്ത് ബുള്ളറ്റിലേക്ക് വരുമ്പോൾ കാനഡ് പറഞ്ഞു, കൊള്ളം കേട്ടോ, ഗംഭീരമുണ്ടോ, അസല് പോലീസ് തന്നെ എന്ന് പറഞ്ഞു. ജോൺസൺ അത് കേട്ടിട്ട് ഉച്ച ഊണെന്ന് ബ്രേക്ക് ചെയ്ത സമയത്ത്
എല്ലാവരും ഉണ്ണാൻ പോയപ്പോൾ ഈ ബൈക്ക് എടുത്ത് ജോൺസൺ എന്തോ ആവശ്യത്തിന് പുറത്ത് പോകണമായിരുന്നു, സിഗരറ്റ് വാങ്ങിക്കാനാണ് പോയതാ. ഈ പോലീസ് വേഷത്തിൽ പാലാരി വട്ടത്തോടങ്ങ് പോയി, പോലീസുകാർ പിടിച്ചോണ്ടങ്ങ് പോയി. പോലീസ് വേഷം കെട്ടി പറ്റിച്ചു എന്ന് പറഞ്ഞു. ഈ തൃശ്ശൂരെ സ്ഥാനാർത്ഥി ഇതുകൊണ്ടൊരു അസുഖം വന്നിട്ട് പോലീസ് വേഷത്തിൽ പോലീസിന്റെ പരിപാടിക്ക് ഒരു ചരിത്രമുണ്ട്. IPS കമ്മീഷണർ വേഷത്തിൽ പുള്ളി പോലീസിന്റെ പരിപാടിക്ക് പോയി എറണാകുളത്തുണ്ട്. അത് വലിയ കേസൊക്കെയായി അന്ന്. ഇവ അങ്ങനെ മന്ത്രിമാരെ തട്ടിയിട്ട് കേരളത്തിൽ നടക്കാൻ വയ്യാത്ത സ്ഥിതിയായി. വടക്കോട്ട് കാസർഗോഡ് പോയില്ല, പോയിരുന്നേ അവിടെയും വല്ല മന്ത്രിയെ കാണായിരുന്നു. ഇപ്പൊ തിരുവനന്തപുരത്ത് മന്ത്രി, ജലങ്കീഴുന്ന മന്ത്രി, എന്തായി പറയുന്നേ, ആലപ്പുഴയിൽ നിന്ന് മന്ത്രി, തൃശ്ശൂരിൽ നിന്ന് മന്ത്രി, വയനാട്ടിൽ നിന്ന് മന്ത്രി. കേന്ദ്രമന്ത്രിമാരെ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ശ്വാസം മുട്ടി മരിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് BJPയുടെ ഒരു സ്ഥാനാർത്ഥിക്കും UDFന്റെ ഒരു സ്ഥാനാർത്ഥിക്കും വോട്ട് ചെയ്യരുത്. 20 പാർലമെന്റ് മണ്ഡലത്തിൽ, ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ആരിഫ് അടക്കം 20 പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം എന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് ദൂരെ ഇരുന്ന് കേൾക്കുന്നവരോട് ഞാൻ പറഞ്ഞാണ്. ആലപ്പുഴയും നമ്മുടെ ആരിഫ്, നമ്മുടെ പ്രിയങ്കരനായ ആരിഫ് ഏത് പ്രതിസന്ധിയും കഴിഞ്ഞ തവണ എല്ലാവരും രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ പോയപ്പോൾ ആ മണ്ടത്തരം പറ്റാത്ത ഏക നിയമമുള്ള ആലപ്പുഴക്കാരാണ്. ആ അബദ്ധം പറ്റാത്ത നിങ്ങൾക്ക് മാത്രമാണ്. അന്ന് നിങ്ങളുടെ ബുദ്ധിയാണ് ശരിയെന്ന് 5 വർഷം കൊണ്ട് തെളിയിക്കപ്പെട്ടു. ആ ബുദ്ധി ഇനി മാറണ്ട, ഒരു പ്രയോജനമില്ല. കേന്ദ്രമന്ത്രിയായാലോ MP ആയാലോ അവനവന് മാത്രം ഗുണമുള്ള UDFന്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കേന്ദ്രത്തിൽ മന്ത്രിയാകാൻ ഉടുപ്പ് തച്ചിരിക്കുന്ന ആളെ പരാജയപ്പെടുന്നത് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് മത്സരിച്ചായിരുന്നു കേട്ടോ, ഇപ്പോഴത്തെ ഇവിടുത്തെ BJP സ്ഥാനാർത്ഥി. അപ്പൊ ഇൻട്രഡക്ഷൻ ഭയങ്കര രസമാണ്. അപ്പൊ സീറ്റ് ഇല്ലെന്നൊക്കെ പറഞ്ഞു സുരേന്ദ്രൻ. ഞാനിപ്പോ ഇങ്ങോട്ടൊരു MLA പറയാം, സുരേന്ദ്രൻ സീറ്റ് കൊടുക്കുകയില്ല, തമ്മിൽ വലിയ വിരോധമായിട്ടു. ജീപ്പിലൊക്കെ നിൽക്കും, പ്രചരണത്തിന് കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി അങ്ങോട്ടും BJP പ്രസിഡന്റ് ഇങ്ങോട്ടും. ആ വയസ്സോട്ട് കൈ കാണിക്കുന്നില്ല, ഇങ്ങനെ കാണിക്കുള്ളൂ. ഈ സ്ഥാനാർത്ഥി അങ്ങോട്ട് കൈ കാണിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ആ വീഡിയോ കണ്ട് കാണും, ഞാൻ വെറുതെ പറയുന്നതല്ല. അങ്ങനെ സീറ്റ് കിട്ടത്തില്ലെന്ന് കഴിയുമ്പോൾ കാര്യവട്ടം യൂണിവേഴ്സിറ്റിയുടെ ഇപ്പുറത്ത് ഒരു സ്ഥലത്തെത്തിയവൻ പറഞ്ഞു, TV-യിൽ കണ്ടു നിങ്ങൾക്ക് തന്നെ സീറ്റ് എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഇവർ കാറിലോട്ട് ഒരു ബാഗ് എടുത്തു, അടുത്തൊരു വീട്ടിനകത്തേക്ക് ഓടുന്നുണ്ട്. പിന്നെ കാണുന്നത് ഒരു ചുമന്ന ഡ്രസ്സ് സാരിയൊക്കെ ഇട്ടിട്ട് ഓടി വന്ന അമ്പലത്തിനകത്തോട്ട് പോകുന്നുണ്ട്. പിന്നെ കുറച്ച് സിന്ദൂരൊക്കെ വാരിയെ തേച്ചിട്ട് ഒരു ചെറുക്കൻ ഒരു തൃശ്ശൂലം കൊണ്ടുകൊടുത്തു. ഈ ശൂലം എടുത്തുകൊണ്ട് അമ്മേ എന്ന് പറഞ്ഞ് ചാടി, സിനിമയിലൊക്കെ കാണുന്ന പോലെ ചാടി ഒരു ജീപ്പിന്റെ ഉള്ളിലോട്ട് കയറി. സത്യം പറഞ്ഞ കടകംപള്ളി സുരേന്ദ്രനാണ് എതിർ സ്ഥാനാർത്ഥി. എന്നോട് പറഞ്ഞു, എന്റെ ഗണേഷ്കുമാറെ ഞാൻ ആകെ അങ്ങ് തകർന്നു പോയി, എന്തോ നടക്കുന്നത്. കാരണം പെട്ടെന്ന് തൃശ്ശൂലൊക്കെ ആയിട്ട് കയറിയ കൊല്ലി കുത്തി കീറികളെന്ന് വിചാരിച്ചു. പക്ഷെ വോട്ടെണ്ണിയപ്പോ നാട്ടുകാർ കുത്തി കീറിയാൻ വിട്ടു, ബലൂൺ ഒന്നിപ്പെട്ട് ഞാൻ വിട്ടതാണ്. അതുപോലെ ആലപ്പുഴയിലും UDF സ്ഥാനാർത്ഥിക്കും BJP സ്ഥാനാർത്ഥിക്കും അത്തരത്തിലുള്ള ശൂലമൊക്കെ എടുക്കും. അതൊന്നും കണ്ട് ഭയപ്പെടണ്ട. കഴിഞ്ഞ തവണ എന്ത് നന്മ ചെയ്തോ, കഴിഞ്ഞ തവണ എന്ത് ശരി ചെയ്തോ, ആ ശരി ആവർത്തിച്ചുകൊണ്ട് ആരിഫിനെ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട ആരിഫിനെ വിജയിപ്പിക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് നാളെ തൃശ്ശൂരിലേക്ക് പോവുകയാണ്. അവിടെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.